ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷ ബെൻഡിക്ട് പ്രയർ അനുഗ്രഹ പ്രാർത്ഥന 22-ാം ദിവസം. ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം വചനം. മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു എന്നാണ് വചനം നമ്മോട് പറയുക. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എപ്പോഴും കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രതിസന്ധികളിലും പരീക്ഷകളിലും ജീവിതത്തില് ഓരോ മേഖലയിലും അവരെടുക്കുന്ന നല്ല തീരുമാനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന നേടി തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ അവരായിരിക്കുന്ന ഓരോ മേഖലയും വിജയകരമായി തീരുവാൻ, ഓരോ ഘട്ടം ഘട്ടമായി അവർ വിജയിച്ചു കടന്നു വരുവാൻ അനുഗ്രഹത്തിനായി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് 17:11. മോശ കരങ്ങളുയർത്തി പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും അങ്ങയുടെ കരങ്ങളിലേക്ക് അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുവാനും അങ്ങേ പക്കലേക്ക് ഞങ്ങളുടെ മക്കളുടെ കരങ്ങൾ ഉയർത്തുവാനും കർത്താവെ അങ്ങയോട് ആലോചിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അവിടുത്തെ തിരുഹൃദയ പ്രകാരം അവിടുത്തെ കരസ്പർശനത്താൽ അനുഗ്രഹമായി തീർന്ന് വിജയം കരസ്ഥമാക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.